സംഭവബഹുലമായ ഒരു 2025 നമ്മളെ വിട്ട് കടന്നുപോയി. 2026 ആരംഭത്തിങ്കൽ നാം വന്നു നിൽക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ആഗ്രഹമുണ്ട്. 2026 എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവം തമ്പുരാൻ എന്നോട് വെളിപ്പെടുത്തി തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ എന്ന് പറയുന്നവരുടെ അടുക്കിലേക്ക് ഓടുന്ന അനേക ദൈവമക്കളുണ്ട്. ഇനി വേറൊരു കൂട്ടരുണ്ട്, മറ്റുള്ള പ്രശ്നം വെക്കുന്നവരുടെയും ജ്യോത്സ്യം നോക്കുന്നവരുടെയും നിങ്ങളുടെ ഇന്നലകൾ അല്ലെങ്കിൽ നിങ്ങളുടെ നാളുകൾ എന്ന് പറയുന്ന ആളുടെ പഞ്ചാംഗങ്ങൾ മറ്റുള്ളതൊക്കെയും വായിക്കുകയും അതുവഴി വെറുതെ ആവശ്യമില്ലാതെ ശാപം വലിച്ചു വയ്ക്കുകയും ചെയ്യുന്ന അനേകരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ളവർ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവർ പോലും ഉണ്ട് എന്നുള്ളത് വളരെ സങ്കടകരമായൊരു കാര്യമാണ്. ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദൈവം തൻ്റെ ജനമായ ഇസ്രയേലിനെ വാഗ്ദത്ത നാടായ കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിക്കാനായി ദൈവം മോശെ എന്ന പ്രവാചകനെയാണ് എഴുന്നേൽപ്പിച്ചത്. മോശയെ വിളിച്ച ചരിത്രമൊക്കെ നമുക്കറിയാം, ഞാൻ അതിലേക്കൊന്നും വിശദമായി പോകുന്നില്ല. മോശയെ ദൈവം ഉൾപ്പറപ്പിൽ നിന്ന് വിളിച്ചു. ദൈവം മോശയെ ഒരുക്കി ഫറവോൻ്റെ അടുക്കിലേക്ക് അയക്കുന്നു. 10 അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, ബാധകൾ പ്രവർത്തിച്ച് മോശ ഇസ്രായേലിൻ്റെ മക്കളെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് വാഗ്ദത്ത നാടായ കനാൻ നാട്ടിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് മുൻപ് മോശ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം നമുക്ക് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ. മോശ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, നിനക്ക് എന്നോട് കൃപയുണ്ടല്ലോ, നീ എന്നെ വിളിച്ചല്ലോ, വലിയ ഭാരിച്ച ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചല്ലോ. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കുക, ഞാൻ പോകേണ്ടുന്ന വഴി എന്താണെന്ന് നീ ഒന്ന് കാണിച്ചു തരണം. ഞങ്ങളെ നടത്തുന്ന വഴികൾ, അതിൻ്റെയൊക്കെ ഒരു ബ്ലൂ പ്രിൻ്റ് ഒന്ന് തയ്യാറാക്കി എന്നെ ഒന്ന് കാണിച്ചാട്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു അഷ്വറൻസ് ഉണ്ടല്ലോ, നീ ഞങ്ങളെ, കാരണം പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് ഈ ജനത്തെ കൊണ്ട് പോകാമെന്ന് പറയുന്നത് വളരെ വിഷമം പിടിച്ചൊരു ജോലിയാണ്. അതുകൊണ്ട് അത് ഞാൻ ഏറ്റെടുക്കണമെങ്കിൽ അങ്ങയുടെ വഴി എന്നെ ഒന്ന് അറിയിച്ചാട്ട്, എന്താണ് അങ്ങയുടെ പദ്ധതി എന്ന് അറിയിച്ചാട്ട് എന്ന് മോശ ചോദിച്ചപ്പോൾ ദൈവം മോശയോട് പറയുന്ന മറുപടിയാണ്, ദൈവത്തിൻ്റെ ജനത്തെ നടത്തുന്ന വഴികളെല്ലാം വിശദമായി ഒന്നും ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തില്ല. മറിച്ച് ഒരൊറ്റ വാഗ്ദത്തം മാത്രം ദൈവം മോശയ്ക്ക് കൊടുത്തു. മൈ പ്രസൻസ് ഷാൽ കം വിത്ത് യു ഓൾവേസ്. എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. അപ്പോൾ മോശയെ സംബന്ധിച്ചിടത്തോളം ദൈവ സാന്നിധ്യം തന്നോടുകൂടെ പോരുമെന്ന് പറഞ്ഞുള്ള ആൾ ഉറപ്പ് കിട്ടിയപ്പോൾ മോശ ദൈവജനത്തെയും കൊണ്ട് മുമ്പോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് ഒരല്പം ഒന്ന് നമ്മൾ ചിന്തിക്കുന്ന നല്ലതാണ്. ഒരു പക്ഷേ ദൈവം മോശയോട് തൻ്റെ വഴികൾ എങ്ങനെയൊക്കെയാണ് തൻ്റെ പ്ലാനെന്ന് മോശയോട് വെളിപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഓരോ ഘട്ടങ്ങളിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചെങ്കടലിന് മുമ്പിൽ വരുമ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, നിങ്ങൾ ചെങ്കടലിന് മുമ്പിൽ വരും, ഫറവോനും സൈന്യം പുറകെ വരും, നിങ്ങൾ നിലവിളിക്കും, നിൻ്റെ വടി നീട്ടാൻ ഞാൻ പറയും, നിൻ്റെ വടി നീട്ടുമ്പോൾ ചെങ്കടൽ 2ആയി പിളരും, നിങ്ങൾ അക്കരെ കടക്കും, പക്ഷേ ഫറവോനും സൈന്യവും നിങ്ങളുടെ പുറകെ വരും. പക്ഷേ ഞാൻ വെള്ളം, നീ വടി തിരികെ നീട്ടുമ്പോൾ വെള്ളം വീണ്ടും കൂടിച്ചേരും, ഫറവോനും സൈന്യം എന്നേക്കുമായ കടലിൽ മുങ്ങിത്താഴും എന്ന് പറയുമ്പോൾ തന്നെ മോശ പറയും, ദൈവമേ, ചെങ്കടൽ 2ആയിട്ട് മാറുക എന്നൊക്കെ പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ള കാര്യം. അങ്ങ് സർവശക്തനായ ദൈവമാണ്, വടിയെ പാമ്പാക്കി തീർത്തു, 10 ബാധകളൊക്കെ ചെയ്താണ് ഞങ്ങളെ പുറപ്പെടുവിച്ചു. പക്ഷേ എന്നാലും ഈ ചെങ്കടൽ ഇതേവരെ പിളർന്ന് 2ആയിട്ട് മാറി എന്നുള്ളതായിട്ടുള്ളത് ചരിത്രത്തിൽ എങ്ങും കേട്ടുകേൾവി പോലുമില്ല. അങ്ങനെ സംഭവിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് അത് നടക്കത്തില്ല എന്ന് പറഞ്ഞൊരു പക്ഷേ മോശ വാശി പിടിച്ചതിന്. പക്ഷേ ദൈവം മോശയോട് അതൊന്നും വെളിപ്പെടുത്തിയില്ല. പക്ഷേ നോക്കിയേ, അതിൻ്റെ മുൻപിൽ വന്നപ്പോൾ ദൈവ സാന്നിധ്യം മോശയോടുകൂടെ ഇരുന്നു. തൻ്റെ ജനത്തെ ആ നടുക്കടലിൽ മുക്കിക്കളയാതെ അവരുടെ ശത്രുക്കളായിരുന്ന ഫറവോനെയും സൈന്യത്തെയും, അവരെ പീഡിപ്പിച്ച ഫറവോനെയും സൈന്യത്തെയും ആ ചെങ്കടലിൽ മുക്കി കൊന്ന് തൻ്റെ ജനത്തെ ജയോത്സവമായി നമ്മുടെ ദൈവം അക്കരെ നടത്തി. പ്രിയമുള്ളവരെ, ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാണ്. ഒരു കാര്യം നമുക്ക് എപ്പോഴും ഉറക്കാം, നമ്മൾ 2026
എന്ത് സംഭവിച്ചാലും അതിൻ്റെ എല്ലാം മധ്യത്തിൽ ദൈവ സാന്നിധ്യം നമ്മോടുകൂടെയുണ്ട്. ദോഷകരമായ ഒന്നും അവൻ നമ്മളോട് ചെയ്യുന്ന ദൈവമല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുമാത്രമല്ല, തുടർന്ന് നമ്മൾ ഓരോന്നും ചിന്തിക്കുന്ന സമയത്ത് മോശയെ ദൈവം ഹോരേ പർവ്വതത്തിലേക്ക് വിളിച്ചു കയറ്റി കൽപ്പനകൾ ദൈവം ചെത്തിമെനിക്കിയ കൽപ്പലകയിൽ ദൈവത്തിൻ്റെ 10 ന്യായപ്രമാണങ്ങൾ എഴുതി, 10 കൽപ്പനകൾ ഉൾപ്പെടെ എഴുതി മോശയെ ഏൽപ്പിച്ചു. മോശ അത് വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു വരുമ്പോൾ അഹരോനും കൂട്ടരും വിഗ്രഹത്തെ ഉണ്ടാക്കി ആരാധിക്കുന്നത് കണ്ട് മോശ തൻ്റെ കോപത്തിൽ ആ കല്ല് എറിഞ്ഞ്, ദൈവം കൊടുത്തതാണ് ന്യായപ്രമാണത്തിൻ്റെ കല്ല്, എറിഞ്ഞ് പൊട്ടിച്ചു കളഞ്ഞു. പക്ഷേ ദൈവം അത് ചെയ്തതുകൊണ്ട് മോശയോട് കോപിച്ചില്ല. മറിച്ച് മോശയോട് പറഞ്ഞു, മോശയെ നീ വേറൊരു കല്ല് ചെത്തിക്കൊണ്ടുപോവാ, ഞാൻ അതിനകത്ത് ന്യായപ്രമാണങ്ങൾ എഴുതി തരാം. നോക്കണം, മോശ പലപ്പോഴും ദേഷ്യപ്പെട്ട് ഇറിറ്റേറ്റഡായിട്ട് പ്രവർത്തിച്ചപ്പോൾ പോലും ദൈവം മോശയെ കൈവിട്ടില്ല. മറിച്ച് മോശയോട് കൂടെ ഇരുന്ന് ദൈവം തൻ്റെ വാഗ്ദത്തം നിവർത്തിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തുടർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ജനത്തിന് വെള്ളം കിട്ടാതെ വന്നു. കിട്ടിയ വെള്ളം കയ്പായിരുന്നു. ദൈവം കൊമ്പ് വെട്ടിയിടാൻ പറഞ്ഞു. അത് മധുരമായി തീർന്നു. ജനത്തിനെല്ലാം വലിയ സന്തോഷമായി. അത് കഴിഞ്ഞ് പിന്നെയും മുമ്പോട്ട് ചെന്നപ്പോൾ വെള്ളം കിട്ടാനില്ല. ജനം പിറുപിറുക്കാൻ തുടങ്ങി. ദൈവം മോശയോട് പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ പാമ്പായി തീർന്ന് വടിയെടുക്കാൻ പറഞ്ഞു. ആ വടിയെടുത്തുകൊണ്ട് നീ ആ പാറയുടെ മുമ്പിൽ നിൽക്കാൻ പറഞ്ഞു. ആ പാറ എന്നിട്ട് ജനം കാണുക അടിക്കാൻ പറഞ്ഞു. മോശ പാറയെ അടിച്ചു. വെള്ളം ധാരാളമായി പുറപ്പെട്ടു. അങ്ങനെ ജനം കുടിച്ച് തൃപ്തരായി തീർന്നു. എന്നാൽ വീണ്ടും വെള്ളത്തിന് ക്ഷാമം വന്നപ്പോൾ ജനം പെറുപെറുത്തു. മോശ വളരെ ഇറിറ്റേറ്റഡായിട്ട് പാറയോട് കൽപ്പിക്കാൻ മാത്രം പറഞ്ഞപ്പോൾ മോശ അത് അനുസരിക്കാതെ തൻ്റെ ദേഷ്യവും തൻ്റെ ഇറിറ്റേഷനും എല്ലാം മുഖാന്തരമായിട്ട് മുമ്പിലുള്ള പാറയെ അടിച്ചു. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഞാനും നിങ്ങളുമായിരുന്നെങ്കിൽ ഒരിക്കലും ആ പാറയിൽ നിന്ന് വെള്ളം വരാനായിട്ട് സമ്മതിക്കത്തില്ലായിരുന്നു. കാരണം ദൈവത്തിന് ന്യായമായി മോശയോട് ചോദിക്കാമായിരുന്നു, മോശേ, ഞാൻ നിന്നോട് കൽപ്പിക്കാനല്ല പറഞ്ഞുള്ളൂ, നീ എന്തിനാ വടിയെ അടിച്ചത്? എന്നാൽ പിന്നെ വെള്ളം വരുന്നതെന്ന് കാണട്ടെ എന്ന് പറയാമായിരുന്നു. പക്ഷേ ദൈവം അത് ചെയ്തില്ല. മോശയെ മാനിച്ചു. ദൈവം വെള്ളം പൊട്ടി പുറപ്പെടുവാറാക്കി. പക്ഷേ അതിൻ്റെ വില മോശ പിന്നീട് കൊടുക്കേണ്ടി വന്നു. കാരണം അത് നിമിത്തം മോശയ്ക്ക് കനാൻ നാട്ടിൽ കടക്കാനായിട്ട് കഴിഞ്ഞില്ല എന്ന് പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവർ, അതുകൊണ്ട് വഴിയിലുടനീളം എരിഹോ കോട്ടയുടെ മുന്നിൽ വന്നു. ഇസ്രായേൽ മക്കൾ ഒരു തരത്തിലും അത് പൊളിക്കാനായിട്ട് സാധ്യമല്ല. പക്ഷേ ദൈവം അവരോട് കൂടെ ഇരുന്ന് 7 പ്രാവശ്യം അവരെ ചുറ്റി നടന്ന് 7-ാം പ്രാവശ്യം കാഹളമൂതി യഹോവയ്ക്ക് വേണ്ടി ആർപ്പിട്ടപ്പോൾ ആ മതിലിടിഞ്ഞ് താണ് എരിഹോ കോട്ട അവർ പിടിച്ചെടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തുടർന്ന് കരകവിഞ്ഞൊഴുകുന്ന ആ യോർദാനിലേക്ക് പുരോഹിതന്മാർ, നിയമപട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ വെള്ളത്തിന്മേൽ കാൽ ചവിട്ടിയപ്പോൾ വെള്ളം ചിറ പോലെ നിന്ന് ദൈവം തൻ്റെ ജനത്തെ കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ച വിഷയം എന്ന് വെച്ചാൽ 2026 ആരംഭത്തിങ്കൽ ദൈവം എനിക്ക് നിങ്ങൾക്ക് തന്നിരുന്ന വാഗ്ദത്തം എന്താണെന്ന് ചോദിച്ചാൽ, മൈ പ്രസൻസ് ഷാൽ കം വിത്ത് യു ഓൾവേസ്. എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ വരും. പക്ഷെ ഒരു കാര്യം നമ്മളോട് ഓർക്കണം, ദൈവസാന്നിധ്യം നമ്മോടുകൂടെ വരണമെങ്കിൽ നാം നമ്മെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കണം. നാം അവൻ്റെ മക്കളായി തീർന്ന് അവൻ്റെ കൽപ്പനകളനുസരിച്ച്, അവൻ്റെ ആലോചനകളനുസരിച്ച് നാം മുമ്പോട്ട് പോകുമെങ്കിൽ 2026 തീർച്ചയായും നാം അനുഗ്രഹിക്കപ്പെടും. ഈ വലിയ അനുഗ്രഹത്തിൻ്റെയും കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുന്നതും അധികം ഫലം കായ്ക്കുന്നതും ആയിട്ടുള്ള ഒരു വർഷമാക്കി 2026 ദൈവം നമുക്ക് തീർക്കും. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ 2026 രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങളൊക്കെ നമുക്ക് വന്നേക്കാം. അതൊന്നുമില്ലാത്തൊരു അനുഭവമല്ല കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നത്. പക്ഷേ അതിൽ കൂടെ കടക്കാൻ ദൈവം നമുക്ക് കൃപ തരും. അതിൽ വിടുതൽ ദൈവം തരും. കാരണം നമ്മുടെ ദൈവത്തിൻ്റെ പേര് എൽ ഷദ്ദായി എന്നാണ്. സർവശക്തനായ ദൈവമാണ്. അവൻ അസാധ്യമായ ഒന്നുമില്ല. അതുകൊണ്ട് ഈ ഒരു വിശ്വാസത്തോടുകൂടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പുതിയ വർഷത്തിൽ ഈ വലിയ ഒരു ഉറപ്പ് പ്രാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അതിൻ്റെ നടുവിലെല്ലാം ദൈവ സാന്നിധ്യം എന്നോടുകൂടി ഇരിക്കും. ദൈവം എന്നെ അതിൽ നിന്നെല്ലാം വിടുവിച്ച് പുറത്തെടുക്കും. ഞാൻ അവനെ മഹത്വപ്പെടുത്തുമെന്ന് നമുക്ക് ഒരുമിച്ച് പറയാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.